പണത്തൂക്കവും കൊടികുത്തിയുമാണ് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലേക്ക് ആ പയ്യൻ കാലെടുത്ത് കുത്തിയത് ദാരിദ്ര്യത്തിന്റെ മുറിപ്പാടുകൾ മാത്രം മുടക്കുമുതലാക്കിയാണ്. അത് സിനിമയോടുള്ള അവന്റെ അടങ്ങാത്ത ആവേശം കൊണ്ടൊന്നുമല്ല, ഇനിയും തോറ്റു കൊടുക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. നഷ്ടങ്ങൾക്ക് ജീവിതത്തിൽ ഭാരമേറി വന്നതുകൊണ്ടാണ്. താമസിക്കുന്ന മുറിയുടെ വാടകയെങ്കിലും സ്വന്തമായി നൽകുകയെന്ന എളിയ മോഹമൊന്നുമല്ല അവൻ അപ്പോഴും ഉള്ളിലുണ്ടായിരുന്നത്. താരത്തിളക്കമുള്ള ആ ആഡംബര നഗരത്തെ പൂർണ്ണമായും സ്വന്തമാക്കുകയായിരുന്നു ലക്ഷ്യം. തിയേറ്ററുകൾക്ക് പുറത്ത് ആ ഐലൻഡ് സിറ്റിയുടെ വലിപ്പം കണ്ട് അന്താളിച്ചു നിന്ന 23കാരിൽ നിന്നും ഈ ഭൂഗോളത്തിൽ ഏറ്റവും മൂല്യമുള്ള താരത്തിലേക്ക് വളർന്ന ആ പയ്യൻ ഇന്ന് ഒരു ദേശീയ പുരസ്കാരത്തിന്റെ കൂടെ ശോഭയുണ്ട്. തലസ്ഥാന നഗരിയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും ലോകത്തിന്റെ ഉച്ച കീഴടക്കിയ ഒരു കിങ്ങിന്റെ ഗർവുണ്ട്. നീണ്ട 37 വർഷത്തെ അഭിനയ ജീവിതത്തിന്റെ ഇപ്പുറം ഇന്ത്യൻ സിനിമയുടെ ബാദ്ഷായുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം. 59-ാം വയസ്സിൽ ബോളിവുഡിന് രാജാവിനെ തേടിയെത്തുന്ന ചെങ്കോലും കിരീടവും. എസാക്കെ, യു ഡിസേർവ് ഇറ്റ് മച്ച് ഏർലിയർ. എണ്ണം പറഞ്ഞ സൂപ്പർ താരങ്ങളൊക്കെയും അവരുടെ തട്ടകത്തിൽ മുട്ടുമടക്കിയ കാലത്താണ് ടെലിവിഷൻ സീരിയലുകളിൽ മാത്രം കണ്ടുവന്ന ആ പയ്യൻ ബോളിവുഡിന്റെ മായാലോകത്തേക്ക് കടക്കുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ മാത്രമുള്ള കഴിവ് തനിക്കില്ലെന്ന അപകർഷതാബോധത്തെ അഴിച്ചു വെച്ചാണ് അയാൾ ഇറങ്ങി തിരിച്ചത്. കീഴടക്കാൻ മുന്നിലുള്ളത് സ്വപ്നങ്ങളിലേക്കുള്ള കയറ്റുപടിയും. ബിഗ് നെയിംസിലൊന്നും തിയേറ്ററിൽ ആളെ കണ്ടെത്താനാവാതെ നിന്ന 80കളുടെ അവസാനത്തിൽ കുഞ്ഞു വേഷങ്ങളിലൂടെയും വില്ലൻ വേഷങ്ങളിലൂടെയും പുത്തനൊരു പേര് പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റി: ഷാറുഖ് ഖാൻ. അബ്ബാസ് മുസ്താൻ സംവിധായകരുടെ ബസീഗർ പുറത്തിറങ്ങിയതോടെ ആ നായകന് ആരാധകർ കൂടി വന്നു. വെറും 2 വർഷം കൊണ്ട് ഏറ്റവും അധികം താരാരാധനയുള്ള താരമായി ദിൽവാലെ ദുൽഹനിയ ലേ ജായേഗെ അയാളെ മാറ്റിയെടുത്തു. പിന്നെ നടന്നത് കെട്ടുകഥകളെ വെല്ലുന്ന ചരിത്രം. ഇന്ത്യൻ സിനിമ അന്ന് വരെ കണ്ടു നിന്നിട്ടില്ലാത്ത അത്രയോളം അത്ഭുതം മുറിക്കുന്ന ജൈത്രയാത്ര. ഖാൻ തന്റെ ഭാഷയിൽ സ്റ്റൈലായി സിമ്പിളായി പറഞ്ഞാൽ പവർ ഓഫ് എ കോമൺ മാൻ. 90കളുടെ അന്ത്യത്തിൽ കരൺ ജോഹറിനൊപ്പം ഷാറുഖ് ഒരുക്കിയെടുത്ത ഒരു കാമുക ഭാവമുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് അയാളുടെ പ്രതിച്ഛായയായി തന്നെ അത് മാറി. പുറകോട്ട് ചാഞ്ഞ് കാൽമുട്ട് ചെറുതായി മടക്കി കൈകൾ രണ്ടും ഇരുവശങ്ങളിലേക്ക് വിരിച്ച് നിവർത്തിയെടുക്കുന്ന ഷാറുഖ് ഖാന്റെ സിഗ്നേച്ചർ പോസ്റ്റർ പതിറ്റാണ്ടുകളായി മണ്ണിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അടങ്ങാത്ത ആവേശമാണ്. ആ കാഴ്ചയിൽ ഉള്ളിലൂടെ ഓടി മറയുന്നത് 50-ലധികം വരുന്ന അയാളുടെ കാമുക വേഷങ്ങളും 300ഓളം പാട്ടുകളുമാണ്. ദത്തുപുത്രനായും വളർത്തുപുത്രനായും എത്ര വളർന്നാലും അമ്മയിൽ നിന്ന് അകലാത്ത മകനായും ഷാറുഖ് എളുപ്പം കുടുംബ പ്രേക്ഷകരിലേക്ക് പടർന്നു കയറി. കുച്ചു കുച്ചു ഹോത്താ ഹൈ, കഭി ഖുഷി കഭി ഗം തുടങ്ങി ജവാൻ വരെയും അയാളുടെ സിനിമകളിലെ മാതൃബന്ധം വൈകാരികമായി തുടർന്നു. ആ മാതൃത്വം അയാൾക്ക് സമ്മാനിച്ച സ്നേഹത്തിന്റെ തുക അളവറ്റതാണ്. അതിനുദാഹരണമായിരുന്നു കോർപ്പതി വേദിയിൽ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ച മത്സരാർത്ഥി നിങ്ങൾ ചെക്ക് തരുമ്പോൾ ഞാൻ തിരികെ ഹഗ് ചെയ്യില്ലെന്ന് പറഞ്ഞതിന് SRK നൽകിയ മറുപടി: എങ്കിൽ ഞാൻ ഈ ചെക്ക് നിങ്ങളുടെ അമ്മയ്ക്ക് നൽകാം, അവർ തീർച്ചയായും എന്നെ കെട്ടിപ്പിടിക്കുമെന്ന് സധൈര്യം ആ മനുഷ്യന് പറയാൻ സാധിക്കുന്നത് പ്രേക്ഷക മനസ്സിൽ പടുത്തെടുത്ത പ്രതിച്ഛായയുടെ പിൻബലത്തിലാണ്. ബോക്സ് ഓഫീസിന് എന്ത് വേണമെന്നതുപോലെ തന്നെ തനിക്ക് എന്ത് വേണമെന്നതിനും കിങ് ഖാന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ക്ലീഷ എന്നും ക്രിഞ്ച് എന്നും പിന്നീട് വിളിക്കപ്പെട്ട ചിത്രങ്ങളും ബോളിവുഡിന് സമ്മാനിച്ചത് കണ്ണിൽ പൊന്നി തിളങ്ങുന്ന കോടി വിജയങ്ങളാണ്. അതിനിടയിലൂടെ തന്നെ മൈ നെയിം ഈസ് ഖാനും സ്വദേശും ചക് ദേ ഇന്ത്യയും അയാളുടെ സിഗ്നേച്ചർ പടങ്ങളായി. റോംകോമിൽ അടിപതറിയപ്പോൾ പുത്തൻ പരീക്ഷണങ്ങളിൽ വിജയ ചേരുവ കണ്ടെത്തി. പതിയെ പുത്തൻ ട്രെൻഡുകളിൽ കാലിടറുന്നുണ്ടെന്ന് മനസ്സിലാക്കി ബ്രേക്ക് എടുത്തു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കരിയറിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഹൈബർനേഷൻ. 4 വർഷത്തെ ആ കാത്തിരിപ്പിന് ഏറ്റവും സ്റ്റൈലായി തന്നെ അയാൾ വിരാമമിട്ടു. ഐ നോ ഇറ്റ്സ് ലേറ്റ് ബട്ട് മാർക്ക് ദ ഡേറ്റ് എന്ന സിനിമ സ്റ്റൈൽ പഞ്ച് ഡയലോഗോടെ അയാൾ 2023-ലെ ഹിറ്റുകൾക്ക് നാന്ദി കുറിച്ചു. ഒരേ വർഷം ഇറങ്ങിയ 2 ചിത്രങ്ങളിലൂടെ 2000 കോടിയുടെ ചരിത്ര നേട്ടം അതേ കിങ്ങിന്റെ കിരീടത്തിലെ രത്നക്കല്ലായി മാറി. അയാൾ വീണ്ടും ആ സിംഹാസനത്തിൽ ബോളിവുഡിന്റെ രാജാവായി. പ്രൗഢിയേറിയ ഈ യാത്രയിലും സംഘപരിവാർ ഹാൻഡിലുകൾ അയാളെ വെറുതെ വിടാൻ തയ്യാറായില്ല. ഓരോ റിലീസിലും അയാൾക്കെതിരെ കാരണങ്ങൾ കണ്ടെത്തി ബോയ്ക്കോട്ട് ആരോപണങ്ങൾ ഉയർത്തി. മകൻ ആര്യൻ ഖാനെതിരെ ലഹരി കുറ്റം ചുമത്തപ്പെട്ടപ്പോഴും പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ടപ്പോഴും സൈബർ സ്പേസുകൾ അയാളെ കൂട്ടമായി ആക്രമിക്കാനെത്തി. പത്താനിലെ വസ്ത്രത്തിലെ കാവ്യ നിറത്തെ ചൊല്ലി സംഘകൂട്ടം ഉണ്ടാക്കിയെടുത്ത വിവാദങ്ങളിൽ ഒരു ബാൽക്കണിയിൽ നിവർന്ന ദീപികയുടെ വിരലിനൊപ്പം ഷാറുഖ് കൂട്ടാളിയായി നിന്നു. ലതാ മങ്കേഷ്കറിന്റെ മൃതദേഹത്തിനടുത്ത് നിന്ന് പ്രാർത്ഥിച്ച ഷാറുഖ് ഖാനെതിരെയും വിദ്വേഷം തുപ്പാൻ വലത് ഹാൻഡിലുകൾ മറന്നില്ല. എല്ലാ ചാപ്പകുത്തലുകൾക്കും ഒടുക്കം ജവാൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഈ രാജ്യം അയാൾക്ക് ബഹുമതി നൽകുമ്പോൾ ഇത്ര കാലവും അയാളോട് ചെയ്ത അനീതികൾക്കുള്ള ഏറ്റവും ചെറിയ പ്രായശ്ചിത്തം കൂടിയാണത്. രാജ്യത്തെ മികച്ച നടനെ അടയാളപ്പെടുത്താൻ സർക്കാർ സംവിധാനങ്ങൾക്ക് നീണ്ട 37 വർഷത്തെ സമയം വേണ്ടി വന്നിരിക്കാം. പക്ഷെ ഈ നാട്ടിലെ 145 കോടിയിലധികം വരുന്ന ജനതയ്ക്ക് പതിറ്റാണ്ടുകളായ അയാൾ കിങ് ഖാൻ ആണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു കിങ്ഡം പടുത്തെടുത്ത സുൽത്താനാണ്.
ദീപിക പദുക്കോണിനൊപ്പം മറ്റൊരു ചിത്രവുമായി അടുത്തു തന്നെ അയാൾ വീണ്ടും കടന്നു വരും. ഇതിഹാസം എന്ന് കേൾവിപ്പെട്ട തന്റെ റെക്കോർഡുകൾ തകർക്കാൻ വേറെ ആരുണ്ട്?